ഹായ് ഫ്രണ്ട്സ്, വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് കവറും പഴയ ബുക്കിൻ്റെ കവർ പേജും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് പഴയൊരു ബുക്കിൻ്റെ കവർ പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കവർ പേജ് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഫെവിക്കോളിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഫെവി ബോണ്ടാണ്. അപ്പോൾ എൻ്റെ ഫെവി ബോണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു വൈറ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവറിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഒരു കവർ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അറ്റമൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഈ ഒരു ട്രേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴത്തേക്ക് വരുന്ന ഭാഗങ്ങളിൽ ഈ മുകളിൽ കട്ട് ചെയ്യുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് കുറച്ച് വലുതാക്കി വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് എന്തോരം വേണമെങ്കിലും വലിക്കാൻ പറ്റും കേട്ടോ. ഇത് മുകളിൽ വരുന്ന പോർഷനാണ്. മുകളിൽ വരുന്ന പോർഷൻ മുകളിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കണ്ടില്ലേ, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ആ ഒരു വലിയ പെറ്റലിൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അത്രത്തോളം എടുത്താൽ നമ്മുടെ ട്രീ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാവും. ഇനി ഇത് ഓരോന്നും ഈ ഒരു കോൺ ഷേപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിന് ചുറ്റും ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം കോൺ ഷേപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഏറ്റവും വലിയ പെറ്റൽ വേണം ഏറ്റവും താഴത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് തൊട്ട് വലിപ്പമുള്ളത്, അങ്ങനെ ഏറ്റവും ചെറുത് ഏറ്റവും മുകളിൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഗം അപ്ലൈ ചെയ്യാണ്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. മുകളിൽ കട്ട് ചെയ്യുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ചെറിയ സൈസിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ നല്ല കറക്റ്റ് ടൈറ്റിൽ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഗമ്മിൻ്റെ ആവശ്യം വരുന്നില്ല. ഏറ്റവും മുകളിലുള്ളതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നല്ല രീതിയിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വൈറ്റ് കൂടുതൽ കാണണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ലെയറും കൂടി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ താഴെ പോർഷനിൽ ആ ഒരു വൈറ്റ് നല്ല രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ട്രീ കറക്റ്റ് ആ ഒരു ഗ്രീനിഷ് ടൈപ്പിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബീഡ്സും സീക്വൻസൊക്കെ യൂസ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീ ഒന്നുകൂടി അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ബീഡ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് മെയിൻ താരമായിട്ടുള്ള സ്റ്റാർ വരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറിന് വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും സ്റ്റാർ വരച്ച് കട്ട് ചെയ്ത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഫെവിക്കോൾ തന്നെ കേട്ടോ സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായത്. കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ, എല്ലാം സ്റ്റിക്കായി കിട്ടും. ഇനി ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡും കൂടി ചെയ്ത് കൊടുക്കാം. ഒരു പേപ്പർ റോൾ എടുത്തിട്ട് ബ്രൗൺ കളർ അടിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്കാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്നോ എഫക്റ്റ് ഉള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ ലീവ്സിൻ്റെ എണ്ണവും കൂടുതലാണ്, ആ ഒരു ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അതായത് നമ്മളിങ്ങനെ ചുരുട്ടി പിടിക്കുന്ന ടൈമിൽ താഴത്തേക്ക് വരുന്ന ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് അത്യാവശ്യം വലിയ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാക്സിമം കിട്ടാവുന്ന അത്ര ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും ആ ഒരു മുകൾ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ വയ്ക്കുന്നതിന് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമുക്ക് ലീവ്സുകൾ കിട്ടിയിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ
ഗം അപ്ലൈ ചെയ്യുന്നു. ഇതുപോലെ അങ്ങ് കോൺ ഷേപ്പിലേക്ക് വച്ചു കൊടുക്കുക. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് ട്രീ ആണ്. ആ ഒരു വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മാത്രമല്ല ഇതിൽ നല്ല തിക്നെസ്സോട് കൂടിയാണ് ലീവ്സുകൾ കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ കളറിൽ അത്ര തിക്നെസ്സിൽ എനിക്ക് ലീവ്സുകൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സ്നോ എഫക്റ്റുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് താഴെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഒരു സ്റ്റാർ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റാർസ് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സീക്വൻസിൻ്റെ ബീഡ്സിൻ്റെ ഒപ്പം നമുക്ക് ട്രീയിൽ അലങ്കരിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വൈറ്റ് ക്രിസ്മസ് ട്രീയിൽ ഈ ഒരു ബീഡ്സും സീക്വൻസും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ വന്നപ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ലൈറ്റ് എഫക്റ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നോ എഫക്റ്റുള്ള ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഏത് ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എനിക്ക് പേഴ്സണലി വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള ക്രാഫ്റ്റ് എംബ്രോയിഡറി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.